ചലച്ചിത്ര നിർമ്മാണത്തിലെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. പഴയ നഗരത്തിൻ്റെ വിശാലമായ സെറ്റുള്ള പ്രദേശത്ത് റാഫി മെക്കാർട്ടിൻ ടീമിൻ്റെ മൾട്ടി സ്റ്റാർ ചിത്രം ചൈന ടൗണിൻ്റെ ചിത്രീകരണം തകൃതിയായി നടക്കുന്നു. മോഹൻലാൽ, ദിലീപ്, ജയറാം, കാവ്യ മാധവൻ, സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയ മലയാളത്തിൻ്റെ പ്രിയ താരങ്ങൾ ചൈന ടൗണിൻ്റെ ചിത്രീകരണത്തിൽ പങ്കെടുക്കുന്നു. ഇപ്പോൾ റാമോജി ഫിലിം സിറ്റിയിൽ ഞങ്ങൾ വരാൻ കാരണം ഞങ്ങൾക്ക് കൂടുതലും സിറ്റി, സ്ട്രീറ്റ്സ് ഇതൊക്കെയാണ് ഷൂട്ട് ചെയ്യാനുള്ളത്. അതൊരു ശരിക്കുള്ള ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത് ട്രാഫിക് ഉണ്ടാവും, മറ്റ് ആളുകളുടെ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ ഇതൊരു 20-25 ദിവസത്തോളം ഈ റോഡുകളിലാണ് ഷൂട്ടിങ് അതിനകത്ത് വരുന്നത്. പിന്നെ ഇത് സെറ്റിടാൻ തീരുമാനിച്ചു. ഇത് സെറ്റിടണമെന്ന് വിചാരിച്ചാൽ ഇത്രയും വലിയ ഒരു സിറ്റി സെറ്റിടുക എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ല ഒരു മലയാള സിനിമയ്ക്ക്. അപ്പോൾ അങ്ങനെയാണ് റാമോജിയിൽ വരുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഈ സിനിമയ്ക്ക് ആവശ്യമുള്ള എല്ലാ സെറ്റുകളും തന്നെ ഇതിനകത്തുണ്ട്. പിന്നെ ഇവിടെ ശരിക്കും റാമോജി ഫിലിം സിറ്റിയുടെ റെൻറ്റ് അതൊക്കെ വെച്ചിട്ട് ഒരു മലയാള സിനിമ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് ഇവരോട് ഞങ്ങൾ പറഞ്ഞതിന് ശേഷം ഇവർ ഒരു മലയാള സിനിമയുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള വാടകയും എല്ലാം ആക്കി തന്നത് കൊണ്ടാണ് ഇവിടെ ഷൂട്ട് ചെയ്യുന്നത്. എക്യുപ്മെൻറ്റ്സ്, ഗ്രിപ്പ് ഇതൊക്കെ ഇപ്പോൾ ജിമ്മി ജിപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മദ്രാസിൽ നിന്ന് വിളിച്ച് അവിടെ നിന്ന് 2 ദിവസം ഇങ്ങോട്ട് വന്നു. പിന്നെ 2 ദിവസം തിരിച്ചു പോകാനുള്ള ഇത് വരാനുള്ളതും തിരിച്ചു പോകുന്നതിനൊക്കെ ഷൂട്ട് ചെയ്യാൻ വരുന്ന വാടകയേക്കാൾ കൂടുതൽ വാടക വരും. ഇവിടെ ഇതെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇന്ന് ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് ഉപയോഗിക്കുക, അതിൻ്റെ റെൻറ്റ് മാത്രം കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ എല്ലാം ഇവിടെ അവൈലബിൾ ആയതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും, ഇത് കോസ്റ്റ് കുറയുകയും ചെയ്യും. ഇവിടെ ഞാൻ ആദ്യമായിട്ട് രാമോജി റാവുവിൽ വരുന്നത് ഡാർലിംഗ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ പാട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിലെ പ്രണയ സൗഗന്ധികങ്ങൾ എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് ഇവിടെ വെച്ചിട്ടാണ് ഫുൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിശയനിൽ ഒരു പമ്മി വന്നേന്നുകൊണ്ട് കുട്ടികളായിട്ടുള്ള ഒരു പാട്ടുണ്ട്, അത് ഇവിടുന്നായിരുന്നു. പിന്നെ ഇപ്പോൾ 4ാമത് ചൈന ടൗൺ. ആദ്യമായിട്ടാണ് ഒരു സിനിമയ്ക്ക് ഒരു കുറേ അല്ലെങ്കിൽ സോങ് മാത്രം എടുക്കാനൊക്കെയാണ് വരുന്നത്. പക്ഷെ ചൈന ടൗൺ എന്ന് പറയുന്ന പടത്തിൻ്റെ ഒരു മെയിൻ പോർഷൻ ഇവിടെയാണ് ഫുൾ ഷൂട്ട് ചെയ്യുന്നത്. അതിൽ പാട്ടുകളും ഉണ്ട്, സീനുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതാണ് എൻ്റെ 4ാമത്തെ വരവാണിത്. ഈ ഫിലിം റാഫി മെക്കാർട്ടിൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. റാഫി മെക്കാർട്ടിൻ്റെ നേരത്തെ പല സിനിമകളിലെ 3 ഹീറോസ് ഒന്നിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. തീർച്ചയായിട്ടും ഇതിന് ഹ്യൂമറിന് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ഫിലിമാണ് ചൈന ടൗൺ. അപ്പോൾ അത് ഒരു ചൈന ടൗൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ഇത് ചൈനക്കാരുടെ കഥയല്ല ശരിക്കും. നമ്മളിപ്പോൾ എല്ലാ സ്ഥലത്തുണ്ട് ഒരു ചൈന ടൗൺ എന്ന് പേരുള്ളൊരു സ്ഥലം. അപ്പോൾ അത് പല ലൊക്കേഷൻസ് നോക്കിയിട്ടും എനിക്ക് തോന്നുന്നു റാഫി അവർ വളരെ ഓക്കെ ആയത് ഈ സ്ഥലമാണ്. അങ്ങനെ അത്രയും സ്ട്രീറ്റുകളും കാര്യങ്ങളും എല്ലാം ഇതിനകത്തുണ്ട്. തീർച്ചയായിട്ടും ഈ വിഷുവിന് നല്ല ഒരു ദൃശ്യവിരുന്നായിരിക്കും. വെറുതെ ഒരു വാക്കി പറയുവാനാവുമോ? കാരണം ഇതിനു മുമ്പ് നമ്മൾ ഈ റാമോജി ഫിലിം സിറ്റിയുടെ ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ഉദയനാണ് താരം എന്ന സിനിമയിലാണ് കൂടുതൽ മലയാളികൾ കണ്ടിട്ടുള്ളത്. ഇവിടെ ഒരുപാട് ഇപ്പോൾ തന്നെ ഈ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അപ്പുറത്തെ എല്ലാ ഫ്ലോറിലും വീടുകളിലൊക്കെ ആയിട്ടൊരു 10-12 ഫിലിംസ് തന്നെ ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഈ ജതി കേൾക്കുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഇല്ലേ? എങ്കിൽ ഓർമ്മ വരുന്നുണ്ടോ? ഇത് ചന്ദ്രമുഖി എന്ന സിനിമയുടെ സെറ്റാണ്.
നമ്മുടെ മലയാളത്തിലെ മണിച്ചിത്രത്താഴ് എന്ന സിനിമയുടെ തമിഴ് റീമേക്കായ ചന്ദ്രമുഖി ഷൂട്ട് ചെയ്തത് ഈ പാലസിലാണ്. ഇതായിരുന്നു നാഗവല്ലിയുടെ കൊട്ടാരം. ഇവിടെയാണ് റാറ എന്നുള്ള പാട്ട് പാടിയിട്ട് ജ്യോതിക നൃത്തം ചെയ്തത്. ഇതിൽ ഈ ബിൽഡിങ്ങിൽ ഒരുപാട് സിനിമകൾ, ഹിന്ദി, തമിഴ്, തെലുങ്ക് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചന്ദ്രമുഖിയാണ് അതിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സിനിമ. അതുകൊണ്ട് ഈ ബിൽഡിംഗ് ഇപ്പോൾ അറിയപ്പെടുന്നത് ചന്ദ്രമുഖി ബിൽഡിംഗ് എന്നാണ്.